എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അധികം കയ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ പാവയ്ക്കയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ നീക്കം ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന 5 പാവയ്ക്കയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ ഷെയ്ഡൊന്നും ആകുന്നത് വരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് 1/2 കിലോ പാവയ്ക്ക ഉള്ളതുകൊണ്ടാണ് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തത്. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ആവാം. ഇത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ പാവയ്ക്ക ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാവയ്ക്കയും സവാളയും എല്ലാം ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ കൂടുതൽ കയ്പുള്ളത് കൊണ്ടാണ് പലർക്കും ഈ പാവയ്ക്ക താല്പര്യമില്ലാത്തത്. അപ്പോൾ ഞാനിതിൽ ഒരല്പം പുളി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കയ്പ് വളരെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഈ പാവയ്ക്കയുടെ കയ്പ് പ്രശ്നമില്ലാത്തവർക്ക് പുളിവെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തതാണിത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ ഇനി ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആകെ ചേർത്തിട്ടുള്ളത് ആ പുളിവെള്ളം മാത്രമാണ്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് സെൻറ്ററിലോട്ട് ആക്കി വെച്ച ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാകും. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഇപ്പോൾ പാവയ്ക്ക ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കേണ്ട. ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനൊരല്പസമയം ഇതിങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത്രയും ഇത് മുരിഞ്ഞ് വന്നാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിത് ഒരല്പസമയം കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുത്തതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇന്നത്തെ ഈ മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്